ഹലോ ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ക്രിസ്മസിങ് എത്തി. അപ്പം നമ്മളുടെ ക്രിസ്മസ് ഡെക്കോറാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം നമ്മളെല്ലാം പാക്ക് ചെയ്ത് വെച്ചതാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സാധനങ്ങൾ. ഇപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങിക്കാനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സോ നമുക്ക് ലെറ്റ്സ് അൺബോക്സ് ലാസ്റ്റ് ഇയർ നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻസ്. ഇത് ഇതിനകത്ത് നമ്മുടെ ലൈറ്റ് സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. കുറച്ച് മാല ബൾബും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ലൈറ്റുകൾ, ഹോൾഡേഴ്സ്, ഇതിനകത്ത് വാങ്ങിച്ച് നമ്മൾ ഒട്ടും യൂസ് ചെയ്യാത്തൊരു സാധനമാണ്. അതെല്ലാം കൂടെ ഉണ്ട്. ഇവിടെ ഒന്ന് വെക്കാം. അടുത്തോട്ടുണ്ടോ? നമ്മൾ ഭദ്രമായിട്ട് വെച്ചിരുന്നതായിരുന്നു നമ്മുടെ. സോ ഇതിന് നമ്മുടെ സെക്കൻഡ് ബോക്സിൽ നമ്മുടെ ക്രിസ്മസ് രൂപങ്ങളാണ് ഇരിക്കുന്നത്. സോ ഇതിനകത്ത് നമ്മൾ അന്ന് എല്ലാം പേപ്പറിൽ ചുരുട്ടി വെച്ചതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു. കുറച്ച് മോശമാണ് നമ്മുടെ അവസ്ഥയെന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ. കാരണം ഇത് കുറച്ച് നനഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ വ്യക്തമായതല്ല. നമ്മുടെ രൂപങ്ങളെല്ലാം കുറച്ച് ഉറുമ്പ് കയറിയതാണ് ഇതിനകത്ത്. സോ നമുക്കിതൊന്ന് വെളിയിലോട്ട് കൊണ്ടുപോയിട്ട് അൺബോക്സ് ചെയ്യാം. കുറച്ച് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ആനത്തുനിന്ന് വാങ്ങിച്ചതാണ്. നമ്മളൊരു 3 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. നമ്മളിതെല്ലാം തിരിച്ചു വെച്ചപ്പോൾ നല്ല പേപ്പറിനകത്തൊക്കെ വൃത്തിയാക്കി വെച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പൊ ഇതെല്ലാം ഉറുമ്പ് മുട്ടയാണ്. ഉറുമ്പ് മുഴുവൻ കൂട് കൂട്ടിയിരിക്കുകയാണ്. ഏറ്റവും മുകളിലിരുന്ന രൂപങ്ങളിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേപ്പർ പീസുകളൊക്കെ ഇങ്ങനെ പിടിച്ച് അങ്ങനെ ഇരുന്നത്. താഴോട്ടുള്ളതിനൊന്നും അത്ര വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം പുൽക്കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കുവാണ്. ഇത് കഴിഞ്ഞിട്ട് പുൽക്കൂട് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണം ഇതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബോക്സിൽ നമ്മൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 പുൽക്കൂട്, ഒരു ചെറുതും ഉണ്ട് ഒരു വലുതും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ എടുത്ത് റെഡിയാക്കി വെക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ള മാല ബൾബൊക്കെ ഇല്ല, അതൊക്കെ ഒന്ന് വർക്ക് ചെയ്യുമോയെന്നൊന്ന് കത്തിച്ച് നോക്കണം. ഇന്നെന്തായാലും സ്റ്റാറെല്ലാം ഇടണമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് 2 പേപ്പർ സ്റ്റാർ ഉണ്ട്. അപ്പോൾ അതിടണം. വേറെ 2 സ്റ്റാറും കൂടെ ഉണ്ട്. അപ്പോൾ അതിടണം. ഈ സ്റ്റാർ, പിന്നെ ലൈറ്റ്, പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പിന്നെ ട്രീ, ഇതൊക്കെ ഓരോ സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് എടുക്കുകയാണ്. എന്നിട്ട് വേണം ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് സ്റ്റാറുകൾ ഞങ്ങളുടെ കയ്യിലുള്ളത്. ഇനി ക്രിസ്മസ് ട്രീ ആണ് എടുക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ഈ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുക എന്നുള്ളത്. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ പരിപാടി ഫുൾ എന്തായാലും ഞാൻ തന്നെയാണ് ചെയ്യാൻ പോണത്. കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ് ഈ ഗാർലൻസ്. അത് നീല കളറിലെ ഒരു ചുമല കളറിലൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പുൽക്കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. നമ്മുടെ പുൽക്കൂട് നമ്മൾ തന്നെ സെറ്റ് ചെയ്തതാണ്. അതായത് നമ്മളൊരു കടയിൽ ഇതിന്റെ മോഡൽ കണ്ടിട്ട് അതുപോലെ നമ്മൾ ഈ വൈക്കോലും, പിന്നെ അതുപോലെ തന്നെ വൈക്കോൽ ഇതിന്റെ ഓടായിട്ട് യൂസ് ചെയ്യുന്നത്, പിന്നെ സൈഡിലുള്ള ഈ ഒരു 2 ഭാഗങ്ങളും. അപ്പൊ ഇത് നമ്മൾ സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്യും. എന്നിട്ട് ക്രിസ്മസിന്റെ സമയം കഴിയുമ്പോഴത്തേന് നമ്മൾ ഇത് അഴിച്ചു മാറ്റി ഇതുപോലെ നമ്മൾ സൂക്ഷിച്ചു വെക്കും. നമുക്ക് 2 എണ്ണമാണ് ഉള്ളത്. ഒരു ചെറുതും ഉണ്ട്, പിന്നെ ഇതുപോലത്തെ ഒരു വലുതും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് അസംബിൾ ചെയ്ത് എടുക്കാം. ഇതിനകത്ത് നമ്മൾ ഈ ഒരു മാറ്റ് വെക്കുവാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഇവിടെ 2 സൈഡിൽ നമുക്ക് സ്ക്രൂ ചെയ്ത് മുറുക്കാനുള്ള സ്ഥലമുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് 2 സൈഡിലും ഉണ്ട്. അപ്പം ഇതിനകത്തേക്കാണ് നമ്മൾ സ്ക്രൂ ചെയ്ത് മുറുക്കാൻ പോകുന്നത്.
അപ്പം നമ്മുടെ പുൽക്കൂടിനകത്ത് ആ മാറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുവാണ്. ഒരു ചെറിയ പുൽക്കൂടും കൂടെ ഉണ്ട്, പക്ഷെ അത് ഈ വർഷം അത് വെക്കണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിക്കുവാണ്. അതിനകത്ത് സാധാരണ 2 ആടിൻ്റെ രൂപങ്ങൾ എടുത്തിങ്ങനെ വെക്കും അങ്ങനെ ജസ്റ്റ് അങ്ങ് വെക്കും, അത്രേ ചെയ്യുന്നുള്ളൂ. ഇതാണ് മെയിനായിട്ടുള്ള നമ്മുടെ പുൽക്കൂട്. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ പുൽക്കൂട്. ഇത് വെക്കണോ വേണ്ടോ തീരുമാനിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മാല ബൾബുകളൊക്കെ കത്തുമോ ഇല്ല എന്നുള്ളത് നോക്കണം. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഉപയോഗിക്കാത്ത, ഇതുവരെ വാങ്ങിയിട്ട് ഉപയോഗിക്കാത്ത ഒരു മാല ബൾബാണ് ഈ പച്ച കളറിൽ. ഇതിൻ്റെ തന്നെ റെഡും ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ഉപയോഗിച്ചതും പിന്നെ ഉപയോഗിക്കാത്തതെല്ലാം ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ വർഷം യൂസ് ചെയ്തതാണ്. ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ ഒരെണ്ണം മാത്രമാണ് ഒട്ടും വർക്ക് ചെയ്യാതെ വന്നത്. പിന്നെ ഒരെണ്ണം ചെറുതായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു നീല കളറിൽ. അപ്പോൾ അത് ചെറുതായിട്ട് ബ്ലിങ്ക് ചെയ്യുന്ന കാരണം ഇതാണ് ഞാൻ പറഞ്ഞത്, അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എന്തായാലും അത് അതിൻ്റെ കാലാവധി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ ബൾബുകളും നോക്കി ടെസ്റ്റ് ചെയ്തു. ഇതാണ് വർക്ക് ചെയ്യാതിരുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ ഈ സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതും നമ്മൾ എന്തായാലും എല്ലാ പ്രാവശ്യം ഇടുന്നതാണ്. ഇതാണ് ആ സ്ട്രിപ്പ് ലൈറ്റ്. ഇത് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് മൾട്ടി കളറാണ്, കൊള്ളായത് സംഭവം. ഇതിട്ടാലൊരു നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റാർ. പേപ്പർ സ്റ്റാർ അല്ലാത്ത സ്റ്റാറാണ്. ഇതിന് പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇത് രണ്ടും വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പുതിയതായിട്ട് ഇനിയൊന്നും വാങ്ങണ്ട. ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള മാല ബൾബുകളൊക്കെ. ഇതിലെല്ലാം ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഏതൊക്കെ യൂസ് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഇപ്രാവശ്യം ക്രിസ്മസിന് വാങ്ങിയതാട്ടോ ആ ഒരു ബീഡ്. അതൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിച്ചതാണ്, DIY പോലെ. പക്ഷെ ഇത്തവണ കണ്ടപ്പോൾ അങ്ങ് വാങ്ങിച്ചു. ഇതെല്ലാം അപ്പോൾ വൈകുന്നേരമായി. എന്തായാലും ഇതൊക്കെ ഇടണം. പിന്നെ ഞാൻ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ലീഫ് ഇങ്ങനെ എടുക്കുന്നത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറച്ചൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും, കാര്യം എനിക്കിത് ഇഷ്ടമുള്ള പരിപാടിയാണെങ്കിലും കുറേ എടുത്തു കഴിയുമ്പോൾ എനിക്കും തോന്നും ഇത് ഭയങ്കര മടുപ്പാന്ന്. പിന്നെ ഞാൻ അതിൻ്റെ സ്റ്റാൻഡൊക്കെ റെഡിയാക്കുവാണ്. എന്നിട്ട് നമ്മൾ സ്ക്രൂ ചെയ്തിട്ട് അത് റെഡിയാക്കി എടുത്തു വെച്ചാൽ മതി. ഇത് പോകത്തൊന്നുമില്ല. ഈ ക്രിസ്മസ് ട്രീ 2 പാർട്ടായിട്ടാണ് വരുന്നത്. ഈ ഒരു ക്രിസ്മസ് ട്രീ നിങ്ങൾ എത്ര പേരുടെ വീട്ടിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. കഴിഞ്ഞ വർഷങ്ങളിൽ യൂസ് ചെയ്തതും പിന്നെ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസും ഉണ്ട് നമ്മുടെ കയ്യിൽ. അതൊക്കെ വെച്ചിട്ട് ഞാൻ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. എനിക്ക് ഒരു കളർ തീമിൽ ട്രീ ഫുള്ളിങ്ങനെ അലങ്കരിക്കണം അങ്ങനെയൊക്കെ ചില സമയത്ത് തോന്നാറുണ്ട്. പക്ഷേ പിന്നെ തോന്നുന്നു ഇത് തന്നെയാണ് രസം കാണാൻ. ഏതെങ്കിലും ഒരു തവണ അങ്ങനെ ചെയ്ത് നോക്കണം എന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് എല്ലാം വെച്ചിട്ട് ക്രിസ്മസ് ട്രീ അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കും ഇത്രയും ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഈ ക്രിസ്മസ് ട്രീ എന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. എനിക്ക് കുഴപ്പമില്ല എന്നാണ് തോന്നിയത്. പിന്നെ ഞാൻ പ്രോ മോഡിലും കൂടെ ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു വാം ഒരു ടോണ് അത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അങ്ങനെയും കൂടെ വീഡിയോ എടുത്തിട്ട് ഇതിൽ ചേർക്കുന്നത്. അപ്പം നമ്മൾ ഇനി നമ്മുടെ സ്റ്റാറുകൾ ഇടുകയാണ്. നമുക്ക് റെഡ് കളറിലെയും പിന്നെ ഈ ഒരു ബ്ലൂ കളറിലെയും 2 പേപ്പർ സ്റ്റാറുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ യൂസ് ചെയ്തതാണ്, പുതിയതായിട്ട് വാങ്ങിയിട്ടില്ല. റെയിൻബോ ലൈറ്റാണ് ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത്. അത് മാത്രമാണ് ഒരു പുതുമ. അപ്പം അത് ഇങ്ങനെ 7 കളേഴ്സിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കത്തിക്കൊണ്ടിരിക്കും. അത് രസമുണ്ട് കാണാനായിട്ട്. അപ്പം അതാണ് ഇത്തവണ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഒരു നെക്സ്റ്റ് പാർട്ടായിട്ട് ഒരു വീഡിയോ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പുൽക്കോട് സെറ്റ് ചെയ്യുന്നതും പിന്നെ നമ്മളൊരു ക്രിസ്മസ് റീത്ത് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ബ്രോഡ്വേയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയും പിന്നെ പുൽക്കൂട് ഉണ്ടാക്കുന്നതൊക്കെ നെക്സ്റ്റ് നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഷെയറും കമൻറ്റൊക്കെ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.